ഹലോ, അങ്ങനെ സ്നേഹിക്കൂട്ട് പുതിയ പ്രൊമോയിൽ നമ്മുടെ സേതുവിനെ തേടി ഒരു പ്രൈവറ്റ് നമ്പറിൽ നിന്നും ഒരു അജ്ഞാത കോള് വരികയാണ്. ആ കോളിലുള്ള സംസാരങ്ങൾ മൊത്തം അച്ഛന്റെ മരണവിവരവുമായി ബന്ധപ്പെട്ടതായിരുന്നു. അപ്പൊ അത് സേതുവിനെ ആകപ്പാടെ ഒന്ന് തകർത്ത് നിൽക്കുന്നുണ്ട്. അതിന് പിന്നാലെയാണ് നമ്മുടെ ഋതു ഇങ്ങനെ മുറിയിൽ ഇങ്ങനെ ബോധം കെട്ട് കിടക്കുന്ന ഒരു രംഗം പല്ലവി കാണുന്നത്. പല്ലവി എല്ലാവരും വിളിച്ചു കൂട്ടുന്നുണ്ട്. ലാസ്റ്റ് സേതു നമ്മുടെ ഋതുവിനെ എടുത്തുകൊണ്ട് ഓടി ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഹോസ്പിറ്റലിലുണ്ട്. അവിടെ ചെല്ലുമ്പോള് ഋതുവിന് സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാല് കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയ ഋതുവിന് അവസാനം കുഞ്ഞിന് വേണ്ടി ജീവൻ ബലി കഴിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാട്ടോ നമുക്ക് പുതിയ പ്രൊമോയിൽ കാണുവാൻ സാധിച്ചത്. പ്രൊമോയിൽ പറയുന്നുണ്ട് കുഞ്ഞിന് വേണ്ടി ഋതുവിന്റെ ജീവൻ തന്നെ കൊടുക്കേണ്ടി വരുമോ എന്നുള്ള ഒരു ചോദ്യമാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ഋതു ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് എപ്പിസോഡ് വരുമ്പോഴേ അറിയാൻ സാധിക്കുകയുള്ളൂ. അതിന് പിന്നാലെ നമ്മുടെ കുഞ്ഞിങ്ങനെ എന്താ പറയാ ഋതു ഇങ്ങനെ പ്രസവിക്കുന്നതും കുഞ്ഞ് പുറത്തേക്ക് വരുന്നതും കുഞ്ഞിനെ എല്ലാവരുടെയും എന്താ പറയാ നേഴ്സ് കൊണ്ടുവന്ന് കാണിക്കുന്നതും കുഞ്ഞിനെ അപ്പൊ ആദ്യം ഇന്ദ്രിയത്ത് നേഴ്സ് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ ഇന്ദ്രിയത്ത് ആദ്യം മേടിക്കില്ല കേട്ടോ. പിന്നെ പല്ലവിയാണ് കുഞ്ഞിനെ മേടിക്കുന്നത്. പിന്നെ നമ്മുടെ പൂർണിമാമ്മ കുഞ്ഞിനെ എന്താ പറയാ ഇന്ദ്രിയത്തിന്റെ കയ്യിൽ വെച്ചു കൊടുക്കുന്നതും ഇന്ദ്രിയത്ത് ഇങ്ങനെ ഉമ്മ വയ്ക്കാൻ പോകുന്ന നിമിഷങ്ങളൊക്കെ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഋതുവിന്റെ കാര്യം എന്തായി എന്നുള്ളത് നമുക്ക് ഇനി വരുന്ന എപ്പിസോഡിൽ നിന്നേ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. എന്തായാലും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.